ടോൺസ് കിട്ടുന്നില്ല, പഞ്ച് പോരാ, മാസ്റ്റർ ഈക്വലൈസർ ശബ്ദം ഏറ്റവും മിക്സർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും സ്റ്റൈലിന്റെ ഒരു. ഹലോ ഫ്രണ്ട്സ്, കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലെ. ഇന്ന് നമ്മൾ യമഹ കീബോർഡിന്റെ മിക്സർ കൺസോൾ അല്ലെങ്കിൽ മാസ്റ്റർ ഈക്വലൈസർ അത് എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കീബോർഡ് വേറൊരു ആൾ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ നല്ലതായിരുന്നു, എന്റെ സെയിം കീബോർഡാണ്, പക്ഷെ എനിക്ക് അത്ര നല്ല ടോൺസ് കിട്ടുന്നില്ല, എന്റെ സ്റ്റൈൽസിന് അത്ര പഞ്ച് പോരാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള മെയിൻ കാരണം നമ്മുടെ മാസ്റ്റർ ഈക്വലൈസർ ആണ്. കീബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാസ്റ്റർ ഈക്വലൈസർ. അപ്പോൾ വീഡിയോയ്ക്ക് ഒരല്പം നീളക്കൂടുതലുണ്ട്, നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി കാണണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കീബോർഡ് എടുത്തു വെച്ച് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മിക്സർ കൺസോൾ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്, അതിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. വരൂ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലെ. മിക്സർ ഇക്യുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മിക്സർ ഇക്യു എന്നുള്ളത് നമ്മുടെ കീബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മിക്സർ ഇക്യു എന്നുള്ള ബട്ടണാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ലഭിക്കും. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമ്മുടെ മെയിൻ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം വോളിയം വോയിസ് എന്നുള്ള ഒരു സെക്ഷൻ തന്നെയാണ് കിട്ടുക. അപ്പൊ ആദ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സോങ്, സ്റ്റൈല്, മൾട്ടിപാഡ്, മൈക്ക്, ലെഫ്റ്റ്, റൈറ്റ് 1, റൈറ്റ് 2, ഇത് നമ്മുടെ മെയിൻ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന ബാലൻസിൽ കാണുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിലും നമുക്കിവിടെ വോളിയങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസ്ട്രുമെന്റ്സും കാണാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മിക്സർ ഇക്യു പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു സെക്ഷൻ ലഭിക്കും. ഇതും വോളിയം വോയിസ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈലിന്റെ ഒരു സെക്ഷനാണ് ലഭിക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റിതത്തിന്റെ ഒരു സെക്ഷനാണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിതം 1, റിതം 2, ബാസ്, കോഡ് 1, കോഡ് 2, പാഡ്, ഫ്രേസ് 1, ഫ്രേസ് 2. ഇത്രയും കാര്യങ്ങളുടെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അത്യാവശ്യം അതിന് നേരെ കിടക്കുന്ന ബട്ടണുകൾ തന്നെയാണ്. ഏറ്റവും അടിയിലുള്ളത് ഈ രണ്ട് ബട്ടണുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ റോകൾ നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് റോയിൽ നമുക്ക് ഇവിടെ ഇതിന്റെ പാനിങ് ആണ്, അതായത് പാൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇത് മൂന്നാമത്തെ ഒരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഞാൻ താഴെ നിന്ന് മേലേക്കാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് നേരെയുള്ള ബട്ടണുകൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിറ്റുകളൊക്കെ മാറ്റിയിടാൻ ഈ ഒരു സെക്ഷനിൽ സാധിക്കും. അതായത് നിങ്ങൾക്ക് വേറെ കിറ്റുകളൊക്കെ ഈ ഒരു സെക്ഷനിലും നമുക്ക് കോർഗ് കീബോർഡുകളെ പോലെ തന്നെ മാറ്റിയിടാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് സ്റ്റൈലിന്റെ ഒരു സെക്ഷനാണ്. അടുത്ത ഒരു സെക്ഷൻ നമ്മൾ വീണ്ടും മിക്സർ ഇക്യു പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും സോങ്ങിന്റെ ഒരു സെക്ഷൻ. ഇവിടെ പാട്ട് എന്നുള്ള ബട്ടൺ കാണും. ഇവിടെ പാട്ട് 1 to 8 വരെയുള്ള ചാനലുകളാണ്. അടുത്ത സെക്കൻഡ് 9 to 16 വരെയുള്ള, അങ്ങനെ 16 ട്രാക്ക് മിഡിയിലും നിങ്ങൾക്ക് ഈ 3 റോയും ഉപയോഗിക്കാം. ഇവിടെ പാനിങ് ആണ്. ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, മിഡിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിന് നേരെയുള്ള ബട്ടണുകൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറാവുന്നതൊക്കെയാണ്. മിക്സർ ഈക്വലൈസറിൽ ഇങ്ങനെ ഒരു സെക്ഷനും കൂടിയുണ്ട്. അങ്ങനെ 3 സെക്ഷനാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ മിക്സർ ഈക്വലൈസറിൽ നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതിന് ടാബ് എന്നുള്ള ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അടുത്ത സെക്ഷൻ ഫിൽറ്റർ എന്നുള്ള സെക്ഷനാണ്. ഫിൽറ്റർ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 3 ഇത് ലഭിക്കും. ആദ്യത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോൺ ആണ്. നമ്മൾ കീബോർഡിൽ പ്ലേ ചെയ്യുന്ന ടോണിന്റെ ലെഫ്റ്റ്, അതുപോലെ റൈറ്റ്,
1 റൈറ്റ് 2. ഇതിന്റെ ഹാർമണി കണ്ടന്റും ബ്രൈറ്റ്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം സാധനങ്ങൾ നിങ്ങൾക്ക് സ്റ്റൈലിന്റെ ലഭിക്കും. ഇനി അടുത്തൊരു സെക്ഷനിൽ നിങ്ങൾക്ക് മിഡിയുടെ ലഭിക്കും. അങ്ങനെ ഫിൽറ്ററിലും നിങ്ങൾക്ക് 3 സെക്ഷൻ ലഭിക്കും. ഇനി അടുത്ത ഒരു സെക്ഷനാണ് നിങ്ങൾ ഇത് വളരെ സ്ലോവിലോ അല്ലെങ്കിൽ കീബോർഡ് ഓൺ ആക്കി വെച്ചോ ഒന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കീബോർഡുകളിലും PSRS കീബോർഡുകളിലൊക്കെ ഈ മാസ്റ്റർ മിക്സർ കൺട്രോൾ ഉണ്ട്, മിക്സർ കൺസോൾ ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു സെക്ഷനാണ്, മൂന്നാമത്തെ നമ്മുടെ മെയിൻ ഒരു സെക്ഷനാണ് ട്യൂൺ എന്നുള്ളൊരു സെക്ഷൻ. ട്യൂൺ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസ്പോസ്. ഇവിടെ മാസ്റ്റർ ട്രാൻസ്പോസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സോങ് വേണമെങ്കിൽ ട്രാൻസ്പോസ് ചെയ്യാം, കീബോർഡ് വേണമെങ്കിൽ ട്രാൻസ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ടോണിന്റെ പോർട്ടിമെന്റോ ടൈം, പിച്ച് വെന്റ് റേഞ്ച്, ഒക്ടീവ്, ഇത് നിങ്ങൾക്ക് കൂടുതലും ട്യൂണിങ്. ഇത് കൂടുതലും നമുക്ക് ടോൺസ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആവശ്യം വരുന്ന ഈ ഒരു സെക്ഷൻ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പറയാം. ഈ ട്യൂണിങ് ഒരേ ഒരു മെനു മാത്രമേ ഉള്ളൂ, അതിന് വേറൊരു സെക്കൻഡ് മെനു ഇല്ല. ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇഫക്റ്റ് സെക്ഷൻ. ഇഫക്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെയിൻ സ്ക്രീനിൽ കാണുന്ന അത്രയും നമ്മുടെ മെയിൻ ബാലൻസ് എന്നുള്ള ബട്ടണിൽ വരുന്ന അത്രയും കാര്യങ്ങൾ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോങ്, സ്റ്റൈല്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ റിവർബും കോറസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ മൈക്കിന്റെ മെയിൻ ഡിലേ ഇവിടെയാണ് വരുന്നത്. മൈക്കിന്റെ കൺട്രോളിങ്, മൈക്കിന്റെ ഇഫക്ട്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ടോണ്, അതുപോലെ റൈറ്റ് ടോണിന്റെ ഇഫക്ട്സുകളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആവശ്യം പോലെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ റോകളിൽ നിങ്ങൾക്കിപ്പോൾ റിവർബിന്റെ ടൈപ്പുകളൊക്കെ മാറി കൊടുക്കണമെങ്കിൽ ഇവിടെ ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പലതായിട്ടുള്ള സെക്ഷനുകൾ നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഞാനൊന്ന് എക്സിറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇഫക്റ്റ്. അപ്പൊ ഇതും നമുക്ക് ടോണിന്റെ ഒരു എഡിറ്റിംഗിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സെക്ഷനാണ്. മിക്സർ ഈക്വലൈസറിൽ നമുക്ക് എല്ലാ സെക്ഷനുകളും ലഭിക്കും. ഇഫക്റ്റ് സെക്ഷനിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ 3 മെനു ആണ് ലഭിക്കുന്നത്. ആദ്യത്തെ മെനു നമ്മുടെ ബാലൻസ്, നമ്മുടെ മെയിൻ ഒരു ഇതാണ് സോങ്, സ്റ്റൈല്. രണ്ടാമത്തത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റൈലിന്റെ ലഭിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തത് മിഡിയിലെയും ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇഫക്റ്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു സെക്ഷൻ, ഇവിടെ ഞാൻ ടാബ് ഇനി പ്രസ് ചെയ്യുകയാണ്, EQ നിങ്ങൾക്ക് ഇവിടെ ലോയും EQ ലോ ആൻഡ് EQ ഹൈ ഈ സെക്ഷനുകൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും 3 സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സെക്ഷൻ ലഭിക്കും. അപ്പോൾ സ്റ്റൈലിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടോൺസിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ലോയും ഹൈയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് EQ. ഇതും നമുക്ക് ടോൺസ് എഡിറ്റിംഗ് സെക്ഷനിൽ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു സെക്ഷനാണ്. ഇനിയാണ് അടുത്ത ഒരു സെക്ഷൻ ലഭിക്കുക. ഇതാണ് മിക്സർ EQ. ഇതിന്റെ മിക്സർ EQവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ കൺസോൾ, അതായത് മാസ്റ്റർ മിക്സർ കൺസോൾ. ഇതാണ്, ഇവിടെയാണ് നമ്മുടെ കീബോർഡിൽ നമ്മൾ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ കൺട്രോൾ ഇവിടെയാണ് ഉള്ളത്. മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കമ്പനി, സ്റ്റാൻഡേർഡ്, മെലോ, ലൗഡ്നെസ്, പവർഫുള്ള്, ഫ്ലാറ്റ്, അത് കൂടാതെ 2 യൂസറും കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ഓരോ റോയിലെയും ഈ സൈഡിൽ നിന്ന് ബാസ് തൊട്ട് ഇങ്ങനെ ട്രബിളാണ് വരുന്നത്. ഈ സെക്ഷനുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പെർഫോമൻസ് ലഭിക്കും. കണ്ടോ, യൂസർ 1ഉം യൂസർ 2 ആണ്. അതിൻ്റെ പേരിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റോർ 1 എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെയിമൊക്കെ മാറ്റി നിങ്ങളുടെ പേരൊക്കെ എഴുതി ഒരു സെക്ഷൻ ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ 2ലും നിങ്ങൾക്ക് ഇതുപോലെ സെക്ഷനുകൾ മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ പല സൗണ്ട് സിസ്റ്റങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റിയാൽ തന്നെ നല്ല ഒരു ഫുൾ ഒരു എഡിറ്റിംഗ് ഒന്നുമില്ലാണ്ട് ഫുള്ളായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ ഇതിലേതെങ്കിലും ഒരു നല്ല സെക്ഷൻ എടുത്തിട്ടാൽ തന്നെ ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കും.
അപ്പോൾ ഇതാണ് മിക്സർ മാസ്റ്റർ കൺട്രോള്. അപ്പോൾ ഈ മാസ്റ്റർ കൺട്രോള് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമല്ലോ. ഇവിടെ നിങ്ങൾക്ക് വേറെ സെക്ഷൻ ഒന്നുമില്ല, ഒറ്റൊരു സെക്ഷനേ ഉള്ളൂ, അതായത് മാസ്റ്റർ ഈക്വലൈസർ ആണ്. നിങ്ങൾ ഇനി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചാലും ഈ മാസ്റ്റർ ഈക്വലൈസർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോൺസ് ഒന്നും നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കുക. ഇനി അടുത്ത സെക്ഷനാണ് നമുക്ക് കംപ്രസർ. കംപ്രസറും ഞാൻ കംപ്രസറിനെ കുറിച്ച് ഞാൻ നേരത്തെ എൻ്റെ മൈക്കിൻ്റെ സെറ്റിങ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കാണാത്തവർക്കായി ഞാൻ ആ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ അതിൻ്റെ വീഡിയോ ലിങ്ക് ഐ ബട്ടണിലും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കംപ്രസർ നമുക്ക് ഓഫ് ചെയ്യാം, അതുപോലെ ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കംപ്രസറിന്റെ ഒരു വലിയ ഒരു തന്നെയുണ്ട്. അതായത് 4 സ്റ്റാൻഡേർഡ്, ലൈറ്റ്, മോഡറേറ്റ്, ഡാൻസ് ഫ്ലോർ, പഞ്ചി, അങ്ങനെ 5 കമ്പനി പ്രീസെറ്റ്സും പിന്നെ യൂസർ 1, യൂസർ 2, യൂസർ 3, യൂസർ 4 അങ്ങനെ 5 യൂസർ പ്രീസെറ്റ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇതിന്റെ വാല്യൂസ് ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്, റീനെയിം ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കംപ്രസറിലും നമുക്ക് ചില സമയത്ത് നല്ല കംപ്രസറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 or 3 പ്രാവശ്യം ഈ വീഡിയോ കാണുക, ഓരോ സെക്ഷനെ കുറിച്ചും മനസ്സിലാക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അഭിരുചികൾ വ്യത്യാസമായിരിക്കുമല്ലോ, അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇനി പുറത്ത് നല്ല മഴയാണ്, എന്തെങ്കിലും നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകർ ദയവ് ചെയ്ത് ക്ഷമിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈക്വലൈസറൊക്കെ നല്ല അടിപൊളിയാക്കി സെറ്റ് ആക്കി വെച്ച് നല്ല 2 പാട്ടൊക്കെ വായിച്ച് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുമല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ.